സത്യം പറയുന്നു, ഐ എം നോട്ട് ജോക്കിങ്. കാരണം ഇത്ര നേരം ക്ലിയർലി വിസിബിളായ സ്ഥലത്തിൻ്റെ അവസ്ഥ തപ്പം നോക്കി. കാരണം അത്രയ്ക്കും തണുപ്പും കാര്യങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുക. രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് 2 കാവൽക്കാരൊക്കെ ഉണ്ടായിരുന്നു. ടെൻ്റ് അടിച്ചതിന് മുന്നിൽ അടിപൊളി പുഴയുള്ളതുകൊണ്ട് രാവിലെ എണീച്ചത് നേരെ അങ്ങോട്ടേക്ക് വിട്ടു. രാവിലത്തെ ചെറിയൊരു തണുപ്പിൽ അവിടെ തന്നെ കുളിയും പല്ലേപ്പും കാര്യങ്ങളെല്ലാം അവിടെ നൈസായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. നേരെ വന്ന് ടെൻറ്റും മടക്കി വെച്ചു. ഡ്രസ്സ് മാറ്റിലും അവിടെ നിന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ടെൻറ്റിന് പെർമിഷൻ തന്ന ആളൊരു നന്ദിയും പറഞ്ഞ് അവിടെ നിന്ന് മെല്ലെ വിട്ട്. ഇപ്പോൾ കണ്ട ഒരു സ്ഥലവും സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ആ വഴിയിലോട്ട് വിട്ടു. പോകുന്ന വഴിയിൽ നല്ല കോടയായിരുന്നു, നല്ല മലയും അതിൻ്റെ ഇടയിലുള്ള കോടയും നല്ല രസമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പോകുന്ന സ്ഥലത്തോ ഭംഗിയായിരിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ചുറ്റും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നല്ല കാലാവസ്ഥയും പിന്നെ കോടയാണെങ്കിൽ വന്നു പോയിക്കൊണ്ടേയിരിക്കുക. ഒരു നിമിഷം ഒന്ന് മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ വന്ന് നല്ല ക്ലിയർ ആയിട്ടുള്ള വ്യൂ തരും. മൊത്തത്തിൽ സംഭവം പ്രതീക്ഷിക്കാതെ ഒന്ന് നല്ലൊരു ട്രീറ്റ് കിട്ടിയ പോലെ. പോലിഘട്ട് എന്ന ഈ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങൾ പോയ സമയത്ത് ചെറിയൊരു റിവേഴ്സ് വാട്ടർഫാളും കിട്ടിയായിരുന്നു. രാവിലത്തെ ഫുഡും കഴിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ കോലാപുരി ടെമ്പിളാണ്. പോണ വഴിക്ക് ഒരു ജ്യൂസ് കിട്ടിയായിരുന്നു. ആ സാധനം മൂട്. അമ്പലത്തിൽ നിന്ന് നല്ലൊരു പ്രസാദം വാങ്ങിച്ചിട്ട് സമയത്തിൻ്റെ പരിമിതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ വിട്ടു. പിന്നെ അവിടുത്തെ പ്രധാന ഭക്ഷണമായ വടാപ്പാവും കഴിച്ചിട്ട് പിന്നെ യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് അപ്രതീക്ഷിതമായി കിട്ടിയൊരു സൺസെറ്റ് പോയിന്റ് ആയിരുന്നു, ഒരു ഡാമിൻ്റെ അടുത്തുള്ള വ്യൂ പോയിന്റ്. ആ സമയത്ത് സാധനം മൂടായിരുന്നു. ഇട്ടാവണതിന് മുന്നേ അവിടെ നിന്ന് നേരെ മഹാബലേശ്വറിൽ എത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് അന്ന് അവിടെ കൂടി.